എന്താ ഉണ്ണി, അങ്ങനെ പോരെ? മുത്തശ്ശി തിരക്കി. ആയിക്കോട്ടെ അമ്മ, അങ്ങനെ മതി. കണ്ണൻ്റെയും യദുവിൻ്റെയും മനസ്സിൽ ലഡു പൊട്ടി. എങ്കിലും നമ്മുടെ കിച്ചുവിനും അമ്മുവിനും ഇപ്പോൾ നടന്ന സംഭവത്തിൻ്റെ ഷോക്കിൽ ആയിരുന്നു. രണ്ടാളും മുഖത്തോട് മുഖം നോക്കി. പിന്നെ കയ്യും പിടിച്ച് അടുക്കളയിലേക്ക് വലിഞ്ഞു. അടുക്കളയിൽ പിറന്നാൾ ഊണിൻ്റെ അവസാന ഒരുക്കത്തിലായിരുന്നു പെണ്ണുങ്ങൾ. വലിയൊരു സദ്യയും 2 കൂട്ടം പായസവുമായി ഉഷാറാക്കിയിരിക്കുന്നു അവർ. അടുക്കളയിലേക്ക് വരുന്നവരെ കണ്ട് എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. ജാനകി അമ്മുവിൻ്റെ തലയിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചു. രാജി സന്തോഷത്തോടെ മിഴികൾ തുടച്ചു. കിച്ചു ഇതെല്ലാം കണ്ട് ഒരു മൂലയിൽ ചുണ്ടും കൂർപ്പിച്ച് നിന്നു. ദേവുട്ടി അവളെ ചേർത്ത് പിടിച്ചു. ദേവുട്ടിക്ക് സന്തോഷമായി. എൻ്റെ കുഞ്ഞിനെ ഇനി എന്നും എനിക്ക് കാണാലോ. എല്ലാ പെൺകുട്ടികളെയും പോലെ എൻ്റെ കുഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു. ഞാൻ ഹരിയേട്ടനോട് എന്നും പറയും, കണ്ണന് കിച്ചുവിനെ കൊടുക്കാം, എന്നാൽ എനിക്ക് എപ്പോഴും കാണാമല്ലോ എന്ന്. ഹരിയേട്ടൻ മുടക്ക് പറയും. നിൻ്റെ ഈ ആഗ്രഹമൊന്നും മക്കൾ അറിയണ്ട, അവർ സ്വയം അറിഞ്ഞ് ഇഷ്ടപ്പെടട്ടെ എന്ന്. എന്തായാലും ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ദേവിക സന്തോഷത്തോടെ കണ്ണുകൾ തുടച്ചു. കണ്ണൻ്റെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ കിച്ചുവിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളത് എനിക്കും മനസ്സിലായിരുന്നു. അവൻ തന്നെ പറയട്ടെ എന്ന് കരുതി ഞാനും നന്ദേട്ടനും അറിയാത്ത പോലെ നടിച്ചു. ഈ മരംകേറി പെണ്ണിനെ ഞങ്ങൾക്ക് തന്നെ സ്വന്തമായി കിട്ടിയല്ലോ. ലച്ചു കിച്ചുവിനെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചു. ഇതെല്ലാം കണ്ട് വാതിൽപ്പടിയിൽ 2 കള്ളക്കാമുകന്മാർ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും അമ്മുവിനും കിച്ചുവിനും എവിടെ നിന്നോ നാണം വന്നു. എല്ലാവരും വിഭവസമൃദ്ധമായ ഊണും കഴിച്ച് വിശ്രമത്തിലാണ്. ജ്യോത്സ്യരും അനന്തരവനും ഊണും കഴിച്ചു പോയി. അടുത്ത ബുധനാഴ്ചയാണ് ജ്യോത്സ്യർ നിശ്ചയത്തിനുള്ള കുറിപ്പുകൾ തന്നിട്ടുള്ളത്. ശങ്കര, 2 നിശ്ചയവും ഒരു പന്തലിൽ ഈ മുറ്റത്ത് തന്നെ വെച്ച് നടത്തിയാലോ? മുത്തശ്ശിയാണ് അഭിപ്രായം പറഞ്ഞത്. നിശ്ചയം മാത്രമല്ല, കല്യാണവും ദേവമ്മ തീരുമാനിക്കുന്നത് പോലെ നടക്കട്ടെ. എനിക്കും രാജിക്കും എല്ലാറ്റിനും പൂർണ്ണ സമ്മതമാണ്. ഉണ്ണി, എന്താ അമ്മ? നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ ഇന്നു മുതൽ തുടങ്ങാമല്ലേ? അതെ അമ്മ. നന്ദ, നീ പാറുവിനോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു അപ്പച്ചി. അവൾ പെട്ടെന്ന് വരാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗായത്രിയോടോ? അവളോട് നിശ്ചയം അറിയിക്കണ്ട, കല്യാണം പറയാം. അത് ശരിയാവോ നന്ദ? വേണ്ട അപ്പച്ചി, അവൾ വന്നാൽ ഈ മംഗളകർമ്മം നശിപ്പിക്കും. എന്തെങ്കിലും കുനിഷ്ഠ കൊണ്ടാവും വരുക. ശരിയാണ്, ഇളയ മകളെ കൊണ്ട് അവൾക്ക് കണ്ണിനെ നോക്കാൻ താല്പര്യമുള്ളത് എന്നെ കൊണ്ട് സൂചിപ്പിച്ചിരുന്നു, മുത്തശ്ശി പറഞ്ഞു. അപ്പച്ചി എന്ത് മറുപടി പറഞ്ഞു? നന്ദൻ തിരക്കി. എന്ത് പറയാൻ, കുട്ടികളുടെ താല്പര്യം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ മുതിർന്നവരുടെ സംഭാഷണം നീണ്ടു. അമ്മു, കിച്ചു മെല്ലെ അമ്മുവിനെ തോണ്ടി വിളിച്ചു. എന്താ കിച്ചു? അതെ, നമുക്ക് കുളക്കടവിൽ പോയാലോ? ഈ നേരത്ത് മുത്തശ്ശി കുളക്കടവിൽ പോവരുത് എന്ന് പറഞ്ഞതല്ലേ കിച്ചു? അത് കുഴപ്പമില്ല, നീ വാ. കിച്ചു അമ്മുവിനെ കൈയും പിടിച്ച് കുളക്കടവിലേക്ക് നടന്നു. 2 പേരും ഒന്നും മിണ്ടാതെ കുളക്കടവിൽ ഇരിക്കുകയാണ്. എന്തേ കിച്ചു, നിനക്കൊരാലോചന? മൗനം ഭേദിച്ച് അമ്മു ചോദിച്ചു. അത് പിന്നെ അമ്മു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ സത്യമാണോ എന്ന്. എനിക്കും കിച്ചു, യദുവേട്ടന് എന്നോടുള്ള ഇഷ്ടം ഇന്നും സ്വപ്നം പോലെയാണ് തോന്നുന്നത്. എടി അമ്മു, എനിക്ക് കണ്ണേട്ടനെ കാണുമ്പോൾ എന്താ അറിയില്ല, കണ്ണേട്ടൻ്റെ മുഖത്ത് നോക്കാൻ നാണം വരുവാ. കിച്ചു നഖം കടിച്ച് നോക്കിയത് കുളപ്പടവിൻ്റെ മുകളിൽ നിൽക്കുന്ന കണ്ണൻ്റെ മുഖത്തേക്കായിരുന്നു. അവർ പെട്ടെന്ന് നാവ് കടിച്ച് നോട്ടം മാറ്റി. കിച്ചുവിൻ്റെ മുഖഭാവം കണ്ട് തിരിഞ്ഞു നോക്കി അമ്മുവും കണ്ടു കുളപ്പടവിൽ മുകളിൽ നിൽക്കുന്ന കണ്ണനെയും യദുവിനെയും. യദു അമ്മുവിനെ തലകൊണ്ട് ആംഗ്യം കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. കണ്ണനും കിച്ചുവിനും പ്രൈവസി കൊടുക്കാമെന്ന് കരുതി അമ്മു മെല്ലെ എഴുന്നേറ്റു. നീ എങ്ങോട്ടാ അമ്മു? അത് കിച്ചു, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് അവൾ പാവാടത്തുമ്പ് അല്പം പൊക്കി കുളപ്പടവ് ഓടിക്കയറി. അമ്മു നില്ല്, ഞാനും വരുവാ എന്നും പറഞ്ഞ് പടവ് കയറാൻ നിന്ന കിച്ചുവിൻ്റെ കയ്യിൽ കണ്ണൻ പിടിച്ചു. കിച്ചു പോവല്ലേ, എനിക്ക് സംസാരിക്കാനുണ്ട്. കണ്ണൻ കിച്ചുവിനെ കുളക്കടവിൽ തന്നെ പിടിച്ചിരുത്തി. കണ്ണൻ കിച്ചുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നാൽ കിച്ചുവിൻ്റെ കണ്ണുകൾ പല വഴിക്കാണ്. എന്തേ കിച്ചു, നിനക്ക് കല്യാണത്തിന് ഇഷ്ടമില്ലേ? എന്നെ ഇഷ്ടമില്ല എന്നുണ്ടോ? കണ്ണൻ്റെ സംസാരം കേട്ട് കിച്ചു ഞെട്ടലോടെ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി. കിച്ചു, നിൻ്റെ മനസ്സ് ഡിസ്റ്റർബ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ. കണ്ണനെ മുഴുമിപ്പിക്കാൻ കിച്ചു സമ്മതിച്ചില്ല. അവൻ്റെ വായ പൊത്തിക്കളഞ്ഞു. എന്നിട്ട് തല ഇരുവശത്തും ചലിപ്പിച്ചു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. കണ്ണൻ കിച്ചുവിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മോളെ. വർഷങ്ങളായി ഞാൻ കാത്തു നിന്ന ഒരു ദിവസമാണിന്ന്. നിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഉള്ളതെല്ലാം തുറന്നു പറ. ഇരുവരുടെയും ഹൃദയം നന്നായി മിടിക്കുന്നുണ്ടായിരുന്നു.
കിച്ചു അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ശേഷം അവനെ അടുത്തേക്ക് ചേർന്നിരുന്നു. അവൻ്റെ കട്ടി മീശയ്ക്ക് താഴെയുള്ള ചുണ്ടുകളിൽ അവൾ തൻ്റെ നേർത്ത ചുണ്ട് വെച്ചതും കണ്ണിൻ്റെ കിളികളെല്ലാം പറന്നുപോയി. കണ്ണൻ്റെ കണ്ണുകൾ തുറിച്ചു ചാടി നിന്നു. കണ്ണേട്ടാ, ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കണ്ട. വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട കാര്യം ഞാൻ ഇപ്പോൾ ചെയ്തത്. എന്നും രാത്രി ഈ സീൻ മനസ്സിൽ കരുതിയല്ലേ എനിക്ക് ഉറക്കം വരാറുള്ളൂ. അതും പറഞ്ഞ് എഴുന്നേറ്റ് പോവാൻ നിന്നവളെ കണ്ണൻ പെട്ടെന്ന് വലിച്ച് മടിയിലേക്കിട്ടു. കിച്ചു ചിന്തിക്കും മുന്നേ അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നിരുന്നു. അവസാനം കിച്ചുവിന് ശ്വാസം വിലങ്ങനെ ആയതും കിച്ചു കണ്ണൻ്റെ ഷർട്ടിൽ വലിക്കാൻ തുടങ്ങി. കണ്ണൻ തൻ്റെ ചുണ്ടിനെ വേർപെടുത്തി ഒരു കള്ളച്ചിരിയോടെ കിച്ചുവിനെ നോക്കി. എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവോ മനുഷ്യ? അവൾ ചുണ്ട് വലിച്ചു നീട്ടി ചുണ്ട് പൊട്ടിയോ എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ അല്ലേ എനിക്ക് ആദ്യം കാണിച്ചു തന്ന്? അതുപോലെ ഞാൻ ശരിയാണോ എന്ന് ട്രൈ ചെയ്തതല്ലേ കുഞ്ഞാ? അതും പറഞ്ഞ് അവളുടെ കവിളിൽ മുത്തി. ഓ, ഞാൻ ജസ്റ്റ് ഒന്ന് മുത്തിയതേ ഉള്ളൂ. അതിനാണ് എൻ്റെ ചുണ്ട് പൊട്ടിച്ചത്. അതോ എനിക്കെന്ത് കിട്ടിയാലും അതിൻ്റെ ഡബിൾ ആയി ഞാൻ തിരിച്ചു തരും കുഞ്ഞാ. മുമ്പ് കാണുമ്പോൾ എന്ത് ഗൗരവമായിരുന്നു. ആ മനുഷ്യനാണോ എൻ്റെ ദൈവമേ ഇത്രയും റൊമാൻറ്റിക്? എന്നെ കാത്തോളണേ. കിച്ചു മേലോട്ട് നോക്കി പിറുപിറുത്തു. ഇത് വെടുപ്പിന് കേട്ട കണ്ണൻ ഉറക്കെ ചിരിച്ചു. കണ്ണേട്ടാ, എന്നെ വിട്ടേ, വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. കണ്ണൻ തൻ്റെ മടിയിൽ നിന്നും കിച്ചുവിനെ എഴുന്നേൽപ്പിച്ചു. കുറച്ച് സമയം ഇരുവരും ആ കുളക്കടവിൽ ഇരുന്നു. അയ്യോ, എൻ്റെ അമ്മുവിനെ യദുവേട്ടൻ ബാക്കി വെച്ചോ എന്തോ. പെട്ടെന്നാണ് കിച്ചു ചാടി എഴുന്നേറ്റത്. കുളപ്പടവിൽ ഓടിക്കയറി. കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ കയറി. അമ്മു, എത്ര എണ്ണം കിട്ടി? എന്ത്? കിച്ചുവിൻ്റെ ചോദ്യം കേട്ട് അമ്മു തിരക്കി. അല്ല, മുത്കവോ? ആ അതെ. ഓ അതോ? ഒന്നും കിട്ടിയില്ല. സത്യം പറഞ്ഞോ? അത് അമ്മ കൈവിരൽ പൊക്കി. 1 എന്ന് കാണിച്ചു. 1ഓ? കിച്ചു വീണ്ടും വിടുന്ന ലക്ഷണമില്ല. അല്ല, 2, 3. ആ, ഞാൻ എണ്ണിയില്ല. അമ്മ മുഖം കൂട്ടി പറഞ്ഞു. പിന്നെ കിച്ചുവിനെ നോക്കി മുഖം കൂർപ്പിച്ചു നിന്നു. നിൻ്റെ ചുണ്ടെങ്ങനെ പൊട്ടി? അതോ? ഓ, ഒരു ഉറുമ്പ് കടിച്ചതാണ്. ഏതുറുമ്പ്? കണ്ണേട്ടനുറുമ്പാണോ കടിച്ചത്? അമ്മു കടിച്ചു പിടിച്ച് ചോദിച്ചു. ഇരുവരും അല്പസമയം മുഖത്തോട് മുഖം നോക്കി. പിന്നെ ഇരുവരും ഒരു പൊട്ടിച്ചിരിയായിരുന്നു.